ഓക്കെ. ഇപ്പൊ ഈ നന്ദഗോവിന്ദ ഭജൻസ് എല്ലാവർക്കും അറിയായിരിക്കും. ഭയങ്കര ഫേമസ് ആണ് ഇപ്പോൾ കേരളത്തിലും, ഭയങ്കര ഫേമസ്. അത്യാവശ്യം അവരുടെ ഞങ്ങളുടെ അടുത്തൊരു ഏവൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാനിവിടെ വീട്ടിലും കുറച്ച് തിരക്കും കാര്യങ്ങളുമായിട്ട് ഇരിക്കുകയായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 4-5 കിലോമീറ്റർ മാത്രമേ ഉള്ളായിരുന്നു. തൊട്ടടുത്ത് വന്നിട്ട് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഇതിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. കുറേ ഈ 2.5-3 വർഷം കൊണ്ട് ഒരുപാട് ഈ പാട്ട് പാടുന്ന ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, ഈ ഭക്തിഗാനവും അതും ഇതുമൊക്കെ. പക്ഷെ ക്ലിക്കായത് ഇവരുടെയാണ്. പിന്നെ അവർക്കൊരു അടിയാണെന്നല്ല പറയണ്ട, ഈ അടുത്ത സമയത്ത് MG ശ്രീകുമാർ വന്നിട്ട് പുള്ളിയുടെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും വെച്ച് ആൾക്കാർ കമ്പയർ ചെയ്തായിരുന്നു. അപ്പോൾ അത് MG ആണെന്ന് തൂക്കി, അത് വേറെ കാര്യം. കാരണം ആരൊക്കെ വന്നെന്ന് പറഞ്ഞാൽ MG ആണെന്ന് വന്നെന്ന് പാട്ട് പാടിയാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളെന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇപ്പം സോഷ്യൽ മീഡിയ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ പെൺകുട്ടികളുടെ ഗാനങ്ങളാണ്. ഇത് സംഭവമൊക്കെ അടിപൊളിയാണ്. അടിപൊളി എന്നൊക്കെ വെച്ചാൽ ടാലൻ്റ് ഉള്ളവരാണല്ലോ ഈ പണിക്ക് ഇറങ്ങുന്നത്. പക്ഷേ ഈ പാടിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നിങ്ങൾ പാട് ഇങ്ങനെയൊക്കെ ഉള്ള ആക്ഷനും കാര്യങ്ങളൊക്കെ ആകുമ്പം ആൾക്കാർ വെറുക്കും. പറഞ്ഞു മനസ്സിലായോ? ഒരുപാട് ആൾക്കാരുടെ കമൻസ് ഒക്കെ ഒന്ന് വായിക്കണം. ഭക്തിഗാനം ഭക്തിയോടെ പാടു, വെറുപ്പിക്കല്ലേ എന്നുള്ള രീതിയിലാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. സത്യം പറയാലോ, നന്ദഗോവിന്ദത്തിൻ്റെ അയൽവക്കത്ത് വരില്ല അവരുടെ ഭക്തി. അവരുടെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ സൈലൻസ് ആയിരിക്കും. ഒരു കരിയില അനങ്ങിയാൽ നമുക്കറിയാൻ പറ്റും. അവരുടെ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഏത് ഇപ്പം അമ്പലപ്പറമ്പിൽ വലിയ ഉത്സവത്തിനൊക്കെ വരുന്ന തല്ലിപ്പൊളി ടീംസ് ആണെങ്കിൽ പോലും, ഞാൻ ആരെയും കുറ്റം പറയല്ല, ഇരുന്ന് കേട്ടു പോകുന്ന പാട്ടാണ് അവരുടെ. ഇരുന്ന് കേട്ടു പോകും. ഞാൻ എൻ്റെ വീട്ടിൽ അതൊക്കെ ഓൺ ചെയ്തിടുമ്പോൾ നമ്മളത് ഇരുന്നങ്ങ് കേൾക്കും, ആസ്വദിച്ചിരുന്നങ്ങ് കേൾക്കും. സെറ്റ് സാധനമാണ്. പക്ഷെ ഇവരുടെ അങ്ങനല്ല. ഓക്കെ, ഇനി വേറൊരു കമൻറ്റ് ഞാൻ വെച്ചുതരാം. കമൻറ്റ്സ് ഒരുപാടുണ്ട്. തുടക്കക്കാരിയുടെ ആക്ഷനും വളരെ അരോചകം, ഒരു ഭക്തിഗാനത്തെ വികാരമാക്കുന്നു, അങ്ങനെയുള്ള കമൻസും കാര്യങ്ങളും. ആ തുടക്കക്കാരി എന്ന് പറഞ്ഞാൽ നിക്ക് ഈ പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. ഈ കുട്ടിയുടെ കാര്യമാണ് ആൾക്കാർ സംസാരിക്കുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയിലാണ്. എന്താ പറയുക, ഞാൻ കൂടുതൽ ഇവരെ കുറ്റം പറയാനോ ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. ചെയ്ത് കഴിയുമ്പോൾ ചില ആൾക്കാർ ഇവരെ വിളിക്കാതിരിക്കാം, അങ്ങനൊന്നുമല്ല. ഇപ്പം ഈ റിയാക്ഷൻസ് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവർ അതിൻ്റെ ഭാഗത്ത് തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പം ക്ലിയർ ആക്കും. അപ്പം നമ്മൾ എന്താ പറയണ്ടേ, ആരുടെയും കഞ്ഞി പാറ്റിയിടാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇത് ചിലപ്പം ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബോർ പരിപാടിയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. സത്യം, ഞാൻ ഇത് നേരത്തെ ഇങ്ങനെ ഉണ്ണിയ ഒരു സാധനമായിരുന്നു. ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ. ഈ അടുത്ത സമയത്താണ് ഇന്നലെ മെനഞ്ഞാന്നായിട്ടൊരു പയ്യൻ എടുത്തിട്ട് ഇതിനെ റോസ്റ്റ് ചെയ്തത്. പിന്നെ ഓരോ യൂട്യൂബർ എടുത്ത്. അപ്പോൾ എന്നോടും ചോദിച്ചു, എടോ താനിത് ചെയ്യുന്നില്ലേന്ന്. എന്നാൽ പിന്നെന്താ ചെയ്ത് കളഞ്ഞേക്കാം. അപ്പം നമ്മുടെ അഭിപ്രായം പറയാലോ. ഓക്കെ, മോളെ, ഈ ജനങ്ങൾ ജയ് പറയണമെന്ന് വല്ല നിർബന്ധം വല്ലതും ഉണ്ടോ? ഇല്ല, ഞാൻ പറയട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ആവണം. ഈ ഒരു ഗാനങ്ങളൊക്കെ പാടാൻ വരുമ്പോൾ അത് പാടിയിട്ട് അങ്ങ് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ ഒരു അമ്പലത്തിലൊരു ഉത്സവത്തിന് ഇതുപോലെ ഗാനമേള ഏതാണ്ട് പരിപാടിയൊക്കെ ഉണ്ട്. ഏത് പാട്ടെടുത്താലും അവിടുത്തെ ഓഡിയൻസിനെ കൊണ്ട് പാടിപ്പിക്കാൻ നോക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ പാട്ട് വന്നാൽ പാട്ട് പാടുക, ആസ്വദിക്കാൻ പോവുക. ഇതിനിടയ്ക്ക് നിങ്ങൾ പാട് ജയ് വിളിയുക. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്കും എല്ലാം പോണോ? ഓ മൈക്ക് ഇലക്ഷൻ അല്ലേ? ഇവിടെ ഹരിപ്പാടുകാരെങ്കിലും ഉണ്ടോ? ഹരിപ്പാട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ഹരിപ്പാടുകാരാണ്. ഓക്കെ, എന്നാലും നമുക്ക് ബാക്കിയൊന്ന് നോക്കാവേ. കൊള്ളാം, സംഭവമൊക്കെ കൊള്ളാം. ഇതുപോലുള്ള കാര്യങ്ങളും ആക്ഷൻസും ഒക്കെ കാണിക്കുമ്പോഴാണ് ഈ വെറുപ്പീര് വരുന്നത്. ഇത് മറ്റേ പുള്ളിക്കാരന്മാരുടെ കോപ്പി അടിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. എനിക്ക് അവരുടെ ജസ്റ്റ് ഒന്ന് ഞാൻ വെച്ച് തരാവേ. ഇത് പിടിക്കാൻ നോക്കുന്നതാണ് ചേച്ചിമാര്. അവസാനം പണി പാളുന്നേ ഉള്ളൂ.
നിക്ക് വേറൊരു വീഡിയോ നോക്കാവേ. നിക്കേ എനിക്ക് സത്യം പറയുള്ളൂ ഈ ഒരു ആക്ഷൻ കാണുമ്പോൾ ഭയങ്കര വെറുപ്പിലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ വരുന്നുണ്ട്. എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഓവറായിട്ട് എക്സ്പ്രഷൻ ഇട്ട് ചളവാക്കി കുളവാക്കുന്ന കുറേ ടീംസുകൾ ഇപ്പോൾ എടുത്തണം. ആ ചിരിയൊക്കെ കണ്ടില്ലേ? നമുക്ക് കുറച്ച് സ്പ്രേ അടിക്കാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കണം. എനിക്കിപ്പോൾ 10 ദിവസം കൊണ്ട് ഭയങ്കര പെത്രപ്പാടില്ല. ഓക്കെ, ഒരു റൂം മാത്രം, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അത് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ കാണുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞായിരിക്കും. കുറച്ച് എൻ്റെയും കൂടെ കാര്യങ്ങളൊക്കെ കയറ്റി അങ്ങ് പറയാതെ കരുതി ഈ കൂട്ടത്തില്ല. ചേച്ചി അതുപോലെ വെറുപ്പിക്കുന്നുണ്ടേ. ഇപ്പം നമ്മളൊരു കാര്യം ചർച്ച ചെയ്ത് വരുമ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകത്തില്ലേ? അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം. ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. കാരണം എന്താ, ഒരു പാട്ട് ആസ്വദിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ പാട്, അവർ പാട്, ജയ് വിളി, ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അത്. ഓക്കെ, പുള്ളിക്കാരിയുടെ ഇരിപ്പും മട്ടമൊക്കെ കണ്ടാൽ പിള്ളേർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന പോലെ, എൻ്റെ മോളെ, നിങ്ങളുടെ സ്റ്റുഡൻ്റ് അല്ല. ഒരു സ്ഥലത്ത് ഒരു പൊതു പരിപാടിക്ക് നിങ്ങൾ പൈസ മേടിച്ചിട്ട് അവിടെ വന്നിരിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള മാന്യത കീപ്പ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ചേട്ടന്മാർക്ക് പഠിക്കുക, അതൊന്നും കൂടെ വെക്കാം. മ്യൂസിക്. ഓ അടിപൊളി, അവർക്ക് തകർക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ. ഓക്കെ, നിങ്ങൾ ഈ നന്ദഗോപാലും ഇത് നിങ്ങൾ നേരിട്ട് കണ്ട ആൾക്കാരുണ്ടോ? നന്ദഗോവിന്ദൻ്റെ നേരിട്ട് കണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിനെക്കുറിച്ച് എന്താ പറയണ്ടേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാനും പണ്ട് സംഗീതമൊക്കെ പഠിച്ചതാണ്, ഒരു 5-6 വർഷമൊക്കെ സംഗീതവും കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തതാണ്. അത് 7ാം ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തതാണ്. ഇന്നലെ ഞാൻ തോന്നുന്നു, ഞാൻ അതിലും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കോൺഫറൻസ് കോളിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടണം, നമ്മളടക്കൂ. പിന്നെ കച്ചേരിയിലെ ഉസ്താദ് അതുല നല്ലോണം പാട്ട് പാടും. നിങ്ങൾ കാണുന്ന അതുൽ ബോക്സ് ഒന്നുമല്ല. പിന്നെ ഞങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ ചെയ്തൊക്കെ അങ്ങ് പോവുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്കും ഇവരുടെ കാര്യങ്ങളൊരു സംസാരം ഉണ്ടായിരുന്നു. കാരണം ഈ പെണ്ണുങ്ങളുടെ വെറുപ്പീര്. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. വേറെ വല്ലതും വെക്കണോ? ഭയങ്കര വെറുപ്പീരാണ്, ഭയങ്കര വെറുപ്പീര്. അയ്യപ്പ അവർക്ക് നല്ലത് വരട്ടെ, നല്ല പരിപാടികൾ കിട്ടട്ടെ, തെറ്റുകൾ തിരുത്തി നല്ല രീതിയിൽ പോട്ടെ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.